എൻ്റെ പേര് ഓമന വിജയൻ. ഇവിടെ എപ്പോഴും സ്കൂളിൽ പോകുന്ന കുട്ടികൾ നിൽക്കുന്നത് പള്ളനാടിൽ ഈ സ്ഥലത്താണ്. ബസ് വരുന്ന സ്റ്റോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്കൂളിൽ പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കുട്ടി മേളിൽ നിന്ന് രഞ്ജിത്തിൻ്റെ മോന് കാത്തിപ്പാണ്ടി എന്ന് പറഞ്ഞ കൊച്ച് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പള്ളനാട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി വരുന്ന സമയത്ത് അതിൻ്റെ പുറകെ പോത്ത് വന്ന് ഇടിച്ച് കുത്തി എറിയുകയാണ് ചെയ്തത്. തൂക്കി എറിഞ്ഞോ കൊച്ചിനെ തൂക്കി എറിഞ്ഞ് കൊച്ചിനെ ഇപ്പം എങ്ങോട്ടാണ്, കോട്ടയമാണോ അടിമാലിയാണോ കൊണ്ടുപോയിരിക്കുന്നത് അറിയില്ല. കൊച്ചിനെ ഇപ്പം 108 ആംബുലൻസിൽ ഇപ്പം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം സർക്കാരിൽ നിന്നും ഇതിന് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണം. ഇത് പല പ്രാവശ്യങ്ങളിലൂടെ പള്ളനാട് പ്രദേശത്ത് ഇങ്ങനെ കാട്ടുമാട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുകയും കാട്ടുമാട്ടിൻ്റെ ശല്യം ഉണ്ടാവുകയും പല ആൾക്കാരും മരണപ്പെടുകയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ഇനി മേൽക്കൊണ്ട് ഓരോരുത്തർക്കും ഇങ്ങനെ വരാൻ പാടില്ല. നമ്മുടെ സർക്കാരിൽ നിന്നും അത് തീരുമാനം ഉണ്ടാകണം. കാട്ടുപോത്ത് ഏത് വഴിയാണ് വന്നേ? ഈ വഴി എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് കാട്ടുപോത്ത് വരുന്നത്. കുട്ടി റോഡിൽ തന്നെയാണോ നിന്നത്? കുട്ടി റോഡിൽ തന്നെയാണ് നിന്നത്. ഞാനാണ് ആദ്യമേ നിന്നത്. ഞാൻ സ്കൂൾ വണ്ടിയെ കൂട്ടി പിള്ളേരെ 2 പേരെയും ഞാനും വന്ന് സെൻറ്റ് മേരീസിൽ പോകാനുള്ള കുട്ടികളെ ബസ്സിൽ കയറ്റി വിട്ടു, സ്കൂൾ വണ്ടി കയറ്റി വിട്ടു. വണ്ടി ഒരു ശകലം അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഈ കൊച്ച് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് വന്ന കൊച്ചാണ്. അവിടെ നിന്നാണ്, കൊച്ചിൻ്റെ വീട് മേളിലാണ്. അപ്പോൾ വന്നപ്പോഴത്തേനും പോത്ത് പുറകെ ഓടി വരുവാണ് ചെയ്തത്. വന്ന ഉടനെ തന്നെ തൂക്കി എറിയാണ് ചെയ്തത്. അവിടം വരെ പോയിട്ടുണ്ട്. പുഷ്പവല്ലി കണ്ടായിരുന്നോ? ഞാൻ പുളിക്കരവയലില്ല. ഇവരൊക്കെ കാട്ടുപോത്തിനെ കുഞ്ഞിനെ എടുത്തെറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുളിക്കരവയൽ ഭാഗത്തിലിരുന്ന് ഓടി വന്നതാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. ഫോറസ്റ്റുകാർ, പോലീസുകാർ, പ്രസിഡൻറ്റ്, പിന്നെ എല്ലാം വാർഡ് മെമ്പർ, എല്ലാ ആൾക്കാരും ഇവിടെ, നാട്ടുകാർ എല്ലാവരും ഇവിടെയായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാട്ടുപോത്തിന് നിരന്തരമായിട്ട് ഇവിടെ പള്ളനാട് ശല്യമുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തി തരണം. പിന്നെ ഫോറസ്റ്റിലിരുന്ന് ഞങ്ങൾക്ക് ആ കാട്ടുപോത്തിനെ ഇവിടെ നിന്ന് മാറ്റി തരണം. ഇതിന് മുമ്പ് നേരത്തെ ഒരു ചേട്ടനെ ഇങ്ങനെ കുത്തി എറിഞ്ഞതായിരുന്നു. അപ്പോൾ അതും പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ കുഞ്ഞ് ഇരിക്കുന്നതിന് തൊട്ടടുത്താണ് സെൻറ്റ് മേരീസ് സ്കൂൾ ബസ്സിൽ ഉള്ള പിള്ളേരെല്ലാം ഇവിടെ നിന്ന് കയറ്റി വിട്ടേക്കണേ. ആ ഒരു 5 മിനിറ്റിൻ്റെ മുൻപ് ആ കാട്ടുപോത്ത് വന്നിരുന്നെങ്കിൽ ആ മൊത്തം പിള്ളേരും പോയേനെ. എന്ന് പറഞ്ഞാൽ അത്ര വലിയ പോത്തായിരുന്നു ആ വഴിക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പള്ളനാടിലുള്ളവർക്ക് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം. ഫോറസ്റ്റുകാരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നത് വലിയ കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് അതേപോലെ ഈ പ്രദേശത്തിൽ ഈ റോഡിൻ്റെ പാകത്തിലെല്ലാം കാട്ടുപോത്ത് വന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല. കാട്ടുപോത്ത് മാത്രമായിരിക്കുന്നത്. കാട്ടുപോത്തിന് മുൻഗണന കൊടുക്കുന്നവർ ഞങ്ങൾക്ക് മനുഷ്യർക്കും കൊടുക്കാമല്ലോ. കുഞ്ഞുങ്ങളല്ലേ, ആ കുഞ്ഞിന്ന് എന്ത് വേദനപ്പെട്ട് പോയിരിക്കണം എന്ന് നമുക്കറിയില്ല. അത്രയും കഷ്ടത്തിലാണ് പോയേക്കണം. അത്രയും പൊക്കത്തിൽ ഒരു 50 അടി ഉയരത്തിലാണ് കുഞ്ഞിനെ കൂമ്പിലിരുന്ന് എടുത്ത് എറിഞ്ഞേക്കണത്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അത്രയും പേടിയുണ്ട്. ഇനി ഈ പ്രദേശം ഞങ്ങൾക്ക് നടക്കാൻ ഭയങ്കര പേടിയാണ്. ജോലിക്ക് പോകാനും പേടിയായിട്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ചെയ്തു തരണം.